നമസ്കാരം. ഇന്നിപ്പോൾ മാർക്കറ്റിന്റെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഈ ഒരു താരിഫിന്റെ ഇമ്പാക്ട് മൂലം വലിയ തോതിലുള്ള സെല്ലിംഗ് പ്രഷറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും മന്ത്ലി എക്സ്പയറി ഒക്കെ ആയതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ചുള്ള വ്യൂ നമ്മളോടൊപ്പം പങ്കുവെക്കാനായിട്ട് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് കൃഷ്ണകുമാർ സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വെൽക്കം സർ. സർ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മന്ത്ലി എക്സ്പയറി ആണ്. അതോടൊപ്പം തന്നെ ഈ താരിഫിൻ്റെ ഒരു ഇമ്പാക്ട് നമുക്ക് കഴിഞ്ഞ കുറച്ച് സെഷനുകളിലെ മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ടുള്ള 25,000 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് വിപണിയിൽ കാണുന്നത്. സോ ഇനി അങ്ങോട്ട് ഒരു ഷോർട്ട് ടേമിലേക്ക് സർ മാർക്കറ്റിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? US-ന്റെ താരിഫിൻ്റെ പുറത്ത് ഒരു സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു വീക്ക്നെസ് മാർക്കറ്റിലുണ്ട്. സത്യമായിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി ചില സെക്ടേഴ്സ് ലൈക്ക് ടെക്സ്റ്റൈൽസ്, ജമാൻ ജ്വല്ലറി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സെക്ടേഴ്സിലൊക്കെ അതിൻ്റെ ആയിട്ടുള്ള ഒരു വീക്ക്നെസ് കൂടുതലായിട്ടുണ്ട്. കുറേ ജോലി എംപ്ലോയ്മെൻറ്റിനെ ബാധിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ശരിക്കും ഈ സെക്ടറൊന്നും പെട്ടെന്ന് വേറൊരു മാർക്കറ്റിൽ റീപ്ലേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അത് നമ്മുടെ കൺട്രിയെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ വേൾഡ് മാർക്കറ്റിൽ പോകുമ്പോൾ ഓൾറെഡി കോമ്പീറ്റൻ്റ് ആയിട്ട് ധാരാളം കൺട്രീസ് ഉള്ള സ്ഥിതിക്ക് ഇത് റിയാലിറ്റിയാണ്. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ മാർക്കറ്റിൽ ഇതൊക്കെ പ്രൈസ്ഡ് ആയി എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന കാര്യം. മാർക്കറ്റ് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ നമ്മൾ ഇന്ന് വരെ എടുത്താൽ മാർക്കറ്റ് വാസ് വെരി വെരി വീക്കാണ്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഏണിങ്സ് പെർ ഷെയർ EPS വളരെ ക്വാളിറ്റി വൈസ് അത് കോർപ്പറേറ്റ് ഏണിങ്സിലുള്ള വീക്ക്നെസ്സാണ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ എമർജിങ് മാർക്കറ്റ്സ് എടുത്താൽ ഇന്ത്യൻ മാർക്കറ്റാണ് ഏറ്റവും അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവർ എക്സ്പെൻസീവ് ആണ്. എസ്പെഷ്യലി മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ധാരാളം ആയിട്ടുള്ള ഓവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള വാല്യുവേഷനാണ് വന്നിരിക്കുന്നത്. ലാർജ് ക്യാപ്പിൽ ഇപ്പോഴും ഒരു പരിധിവരെയൊക്കെ വാല്യുവേഷൻ റീസണബിളാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ മാർക്കറ്റ് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ വല്ലാത്ത പ്രഷറിലാണ് മാർക്കറ്റ്. ആ പ്രഷറാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. FPIsൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ് നമ്മൾ കണ്ടുവരുന്നത് മാർക്കറ്റിൽ ശരിക്കും. പക്ഷേ മാർക്കറ്റിൽ വരുന്ന ഒരു ഡൈനാമിക് ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ FPIസിൽ നിന്നും പൊതുവെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിലേക്ക് മാർക്കറ്റ് മാറുന്നൊരു കാര്യമാണ് കഴിഞ്ഞ 1 ഇയർ നമ്മൾ കാണുന്നത് മാർക്കറ്റിൽ. ബേസിക്കലി അത് വലിയൊരു ഫാക്ടറാണ്. കാര്യം അത് വോളറ്റിലിറ്റിയെ ഒരു പരിധിവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ മാർക്കറ്റ് സാധിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ബെറ്ററായിട്ട് ആ രീതിയിൽ പോകുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വോളറ്റിലിറ്റി ഫാക്ടറാണ് ഞാൻ പറയുന്നത്. ഇതാണ് ബേസിക്കായിട്ടുള്ള മാർക്കറ്റിന് കറണ്ട് ആയിട്ടുള്ള അവസ്ഥ. നമ്മൾ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലുമൊക്കെ ഇൻട്രസ്റ്റ് കുറച്ചതുകൊണ്ട് വന്ന ലിക്വിഡിറ്റി വന്ന ആ സപ്പോർട്ട് അതൊന്നും ശരിക്ക് ഏണിങ്സിനെ ഭയങ്കരമായിട്ട് കൂട്ടാനൊന്നും സാധിച്ചിട്ടില്ല. അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ആ ഒരു ഇഷ്യൂവിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഒരു കൂനിന്മേൽ കുരു എന്ന് പറയുന്ന ആൾക്ക് US-ൻ്റെ താരിഫിൻ്റെ ഇഷ്യൂ കൂടെ മാർക്കറ്റിൽ വന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വരുമ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ ആയിട്ടുള്ളൊരു കൺസോളിഡേഷനാണ് നമ്മൾ കാണുന്നത്. ആ കൺസോളിഡേഷൻ റേഞ്ച് സംതിങ് അറൗണ്ട് 24,500 റേഞ്ച് മുതൽ 25,000 വരെ 25,000 ക്രോസ് ചെയ്യാൻ മാർക്കറ്റ് 3-4 പ്രാവശ്യം ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ ശ്രമിച്ചു. പക്ഷേ 20,000 ക്രോസ് ചെയ്തിട്ട് സ്റ്റെബിലിറ്റി കിട്ടിയില്ല, സസ്റ്റൈനബിലിറ്റി കിട്ടിയില്ല. ഇതാണ് റിയാലിറ്റി മാർക്കറ്റ് നടക്കുന്ന കാര്യം. സ്റ്റെബിലിറ്റിയും സസ്റ്റൈനബിലിറ്റി കിട്ടണമെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ട് ഫ്ലോ വരണം മാർക്കറ്റിലേക്ക്. ആ ഫ്ലോയുടെ അഭാവം മാർക്കറ്റിൽ അറ്റ് പ്രസൻ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കാര്യം വെച്ചാൽ എമർജിങ് മാർക്കറ്റ്സിൽ ഏറ്റവും ഓവർ വാല്യൂഡ് മാർക്കറ്റാണ് നമ്മൾ നിൽക്കുന്ന മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഫണ്ട് ഫ്ലോയുടെ അഭാവം ഭയങ്കരമായിട്ടുണ്ട്. സോ ആ ഒരു ഫണ്ട് ഫ്ലോ ഒക്കെ വന്നിട്ട് മാർക്കറ്റ് കുറച്ചുകൂടെയൊക്കെ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഏണിങ്സ് വന്നു കഴിയുമ്പോഴത്തേക്കും മേ ബി വി ക്യാൻ എക്സ്പെക്റ്റ് ഒരു പക്ഷേ വരും ബാക്കിയുള്ള ഇനിയും കോട്ടേഴ്സ് കിടക്കുന്നുണ്ട്. അതിൻ്റെ അതിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് GSTയിൽ ഈ ഒരു രീതിയിലുള്ള ഉണർവൊക്കെ വരുന്നതാണെങ്കിൽ അത് കൺസപ്ഷനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ GDPയെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ GDPയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു US-ൻ്റെ ഒരു പ്രശ്നം എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഡ്രോബാക്ക് 0.5% ആണ് മാക്സിമം. അതൊരു പരിധിവരെ കൺസപ്ഷൻ കൊണ്ട് തന്നെ GDP കൂട്ടാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റിൽ. അതുകൊണ്ട് വരും നാളുകളിലൊക്കെ മാർക്കറ്റ് കുറച്ചുകൂടെ സ്റ്റെബിലൈസ് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രതീക്ഷ. സർ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടിയും, അതായത് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഇങ്ങനെ ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നിക്ഷേപകർ എടുക്കുന്ന ഒരു സ്റ്റാൻസ്, അതായത് ബൈ ഓൺ ഡിപ്സ് എന്നുള്ളൊരു സ്ട്രാറ്റജി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും? ബൈ ഓൺ ഡിപ്സ് എന്നുള്ള കൺസെപ്റ്റിനോടൊപ്പം തന്നെ ഏത് സെക്ടറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വലിയൊരു ഫാക്ടറാണ്. എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ കോവിഡിന് ശേഷം ബേസിക്കലി ക്യാപിറ്റൽ ഇൻഡ്യൂസ് സെക്ടറിലാണ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ ആൾക്കാരുടെ ഏറ്റവും കൂടുതലായിട്ട് ബൈ വന്നിരിക്കുന്നത്. അതൊക്കെ ഓവർ എക്സ്പെൻസീവായി അറ്റ് പ്രസൻറ്റ് ശരിക്കും. നമുക്ക് വേണമെങ്കിൽ കൺസെപ്ഷൻ എന്നുള്ളൊരു ലാർജ് കൺസെപ്റ്റിലേക്ക് ആൾക്കാർക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. കൺസെപ്ഷൻ എന്ന് പറയുമ്പം കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഇൻഷുറൻസ് ഒരു കൺസെപ്ഷനാണ്, അല്ലെങ്കിൽ ട്രാവൽ കൺസെപ്ഷനാണ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഹോട്ടൽസ് ഒരു കൺസെപ്ഷന് വരുന്ന കാര്യമാണ്. ദർ ആർ സോ മെനി ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ് സെക്ടേഴ്സ് ഉണ്ട്. ഞാൻ സെക്ടറിൻ്റെ പേരായിട്ട് പറയുന്നതല്ല, കുറേ സബ് സെക്ടേഴ്സ് ചേരുമ്പോഴാണ് കൺസെപ്ഷൻ എന്നുള്ളൊരു വലിയൊരു തീമിലേക്ക് വരുന്നത്.
ആ തീമിന് ഒരു GST കൊണ്ടൊരു ഒരു വലിയൊരു ഇമ്പാക്റ്റ് വരുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് സർ. ഏതായാലും ET ടോക്സിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.